നമ്മൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ക്യാമറ എവിടെ വെക്കുക, അല്ലെങ്കിൽ മൊബൈൽ എവിടെ വെക്കുന്നതാണ് എല്ലാവരുടെയും ആദ്യത്തെ സംശയം. അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അതിനു മുന്നേ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ ഷോട്ട്സ് ആണ്. എന്തൊക്കെ ഷോട്ട്സ് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നതിനെ എ റോൾസ് എന്ന് പറയാം. എ റോൾസ്. ബി റോൾസ് പറഞ്ഞാൽ ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത് ബി റോൾസ്. എല്ലാവർക്കും പക്ഷേ എന്നെപ്പോലെ ഇതുപോലെ നിന്ന് സംസാരിക്കേണ്ട ടോപ്പിക് ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നവരും മറ്റുള്ളവർക്കൊക്കെ ഷോർട്സ് ഡിഫറൻസ് ആയിട്ടുണ്ട്. ഡിഫറൻറ്റ് ഷോർട്സ് ആയിട്ടുണ്ടാവും. അവരുടെ ഇതേപോലെ നിന്ന് സംസാരിക്കുന്നതായിരിക്കില്ല. വ്യത്യസ്ത ഷോട്ടുകളായിരിക്കും. എന്തായാലും ക്യാമറ എവിടെ വെക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാമറ എപ്പോഴും ആദ്യം നമ്മളെ കണ്ണിൻ്റെ ട്രൈപോഡിൽ എന്ത് ചെയ്യുക, കണ്ണിൻ്റെ ഐ സൈറ്റിൽ നേരെ വെക്കുക. ഒന്ന് അത് ശ്രദ്ധിക്കുക. ഐ സൈറ്റിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഐ സൈറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു വീഡിയോ ജസ്റ്റ് എടുത്ത് നോക്കുക. എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആ വീഡിയോൻ്റെ വിഷ്വൽ കിട്ടുമല്ലോ. വിഷ്വൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ഫ്രെയിമിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക. ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിമിൽ എത്രയാണ് വരുന്നത്. പണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ച് നടക്കുന്നില്ല, സംവിധായകർ പിടിച്ച് നടക്കുന്നില്ല, അതേപോലത്തെ ഐറ്റം. അപ്പോൾ ഈ ഫ്രെയിമിങ്ങിൽ ഇത് കണ്ടോ, എൻ്റെ ഹെഡിൻ്റെ മുകളിലോട്ടേക്ക് ഇവിടുന്ന് ഈ ഒരു അളവിലെങ്കിലും സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇവിടെയും ഈ 2 സൈഡിലും സ്പേസ് ഉണ്ടായിരിക്കണം നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫ്രെയിം കറക്റ്റ് ആക്കുക. അതിന് കുറേ ഷോട്ട്സ് ഉണ്ട്. അതിൽ എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുന്ന ഷോട്ട് നമ്മുടെ കണ്ണിനെ, അതായത് ഇത്രയും ഷാർപ്പായിട്ട് കണ്ണിൻ്റെ അടുത്ത് ഇത്രയും എത്തും. രണ്ടാമത്തത് ക്ലോസപ്പ് ഷോട്ട് നമ്മൾ മുഖം. ഈ 2 സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഇമോഷൻസിനെ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇപ്പം ഉദാഹരണത്തിന് ഈ ഡേ ഇൻ മൈ ലൈഫും ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകൾ അമ്മ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ അമ്മക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്നൊക്കെ പറയുമ്പോൾ ഈ ഷോട്ട് മിക്കവാറും ഈ ക്ലോസപ്പ് ആണെങ്കിൽ, ക്ലോസപ്പ് ഷോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ഷോട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഷോട്ട് പറഞ്ഞാൽ മീഡിയം ക്ലോസപ്പാണ്. മീഡിയം ക്ലോസപ്പ് പറഞ്ഞാൽ ഇത്രയായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നില്ല എൻ്റെ ഒരു വയറിൻ്റെ ഇവിടെ വരെയുള്ള ക്ലോസപ്പ് ഷോട്ട്. ഇതിന് കുറച്ചുകൂടി ലെങ്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻറ്റൊക്കെ ഇട്ട് ഇപ്പോൾ ബെൽറ്റ് ഇട്ട് അത്രയും ഒരു സ്പേസ്, അത് നമ്മൾ അരയുടെ അത്രയും സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഫുൾ ലെങ്ത്ത് ഷോർട്സും എടുക്കാം. അത് ഓരോരോ ആളുടെ ടോപ്പിക്കിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി എടുക്കാം. എന്തായാലും നിങ്ങൾ ക്യാമറ വെക്കുമ്പം ഈ ഷോർട്സ് നോക്കുക. ഇതിൽ നമുക്ക് ഏറ്റവും ഇതുപോലെ സംസാരിക്കാനുള്ള ഷോട്ട് പറഞ്ഞാൽ മീഡിയം ക്ലോസപ്പ് ഷോട്ടാണ്. അധികം അടുത്തല്ലാതെ ഇതുപോലെ സ്പേസ് കിട്ടുന്ന ഷോട്ട്. അപ്പോൾ ഈ സ്പേസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു കാരണവശാലും ഫ്രണ്ട് ക്യാമറേനെ കൊണ്ട് ഷൂട്ട് ചെയ്യരുത്. ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഫ്രണ്ട് ക്യാമറ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളെപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടാണ് സംസാരിക്കുക. അതിപ്പോൾ സ്ക്രീനിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ ഐ ഡയറക്ഷൻ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് മാറി സ്ക്രീനിലേക്കാവും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഐ കോൺടാക്റ്റ് മിസ്സായില്ലേ? നല്ല രീതിയിൽ ഐ കോൺടാക്റ്റ് മിസ്സായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം സ്ക്രീൻ എന്ന രൂപത്തിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ ക്യാമറ വരുന്നത് ഇപ്പുറമാണ്. അത് നേരെ ഞാൻ ക്യാമറയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഐ കോൺടാക്റ്റ് കറക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് ക്യാമറ വെക്കുക. ബാക്ക് ക്യാമറയിലേക്ക് തിരിച്ച് വെച്ചിട്ട് ബാക്ക് ക്യാമറയിലുള്ള മിക്കവാറും 3 4 ക്യാമറാസ് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. അപ്പോൾ അതിൽ സെൻറ്ററിലുള്ള ക്യാമറ ആയിരിക്കും അധികവും നമ്മളെ ക്യാപ്ചർ ചെയ്യുക. ബാക്കിയെല്ലാം നാനോ ക്യാമറയും മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ സെൻറ്ററിലുള്ള ക്യാമറയെ നോക്കി സംസാരിക്കും. ഇപ്പം ഞാൻ കണ്ടോ, ഇത് ഡയറക്റ്റ് ഇതാ സംസാരിക്കുന്നത്, ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം. ഈ ഒരു ഡയറക്റ്റാണ് ആ ക്യാമറ നോക്കിയിട്ട്. അതാവുമ്പോൾ നമുക്ക് ചെറിയ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് വലിയ പേടിയും ഉണ്ടാവില്ല. മറ്റേ നമ്മൾ മുഖം കാണുമ്പോൾ നമുക്ക് ചെറിയ നെർവസ് ഒക്കെ തോന്നും. ഇതാകുമ്പോൾ അത്ര പ്രശ്നമില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കുക. ഇനി ഈ ക്യാമറ വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ഡയറക്റ്റ് ഇപ്പം കഴിഞ്ഞ ദിവസം എല്ലാവരും അയച്ചു തന്ന വീഡിയോയിലൊക്കെ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഐ കോൺടാക്റ്റ് കറക്റ്റ് അല്ല. എവിടെയൊക്കെയോ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ സംസാരിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് സെറ്റായിട്ട് വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഈ മീഡിയം ഷോട്ട് കറക്റ്റായിട്ട് നോക്കുക. ഈ സ്പേസിങ് കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമറേനെ നോക്കുക. ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ക്യാമറ ഓണാക്കിയ ഉടനെ സംസാരിക്കരുത്. നിങ്ങൾ ക്യാമറ അവിടെ നിന്ന് ഓണാക്കിയിട്ട്, ഇപ്പം ഞാൻ അപ്പുറം പോയി ഓണാക്കിയിട്ട് ഇവിടെ വന്ന് നിന്നിട്ടാണ് സംസാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഓണാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുക. തൽക്കാലം ഒരു 2 സെക്കൻഡ് ഇങ്ങനെ നിൽക്കുക. നിന്ന് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റിലാക്സ് വേണമെങ്കിൽ ആവാം. എന്നിട്ട് സംസാരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ നിർത്തി കഴിഞ്ഞിട്ട് ഓക്കെ ബൈ എന്നിട്ടിങ്ങനെ പോകരുത്. എന്ത് ചെയ്യുക, ഇവിടെ നിൽക്കുക. നിന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ എല്ലാവർക്കും ബൈ എന്ന് പറയുക. നമ്മൾ നിൽക്കുക. ഈ ഒരു ചെറിയ ടൈം അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കട്ട് ചെയ്ത് കളയാൻ എളുപ്പമുണ്ടാവും.
അപ്പോൾ ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോ ഒക്കെ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ 3 കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ. പിന്നെ ആദ്യം പറഞ്ഞത് ക്യാമറ എവിടെ വെക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ലെൻസ് എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ഇപ്പം പറഞ്ഞ കാര്യം ടൈമിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ലൈറ്റിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള സൺലൈറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത്, ഇപ്പം നമുക്ക് വീട്ടിൽ ലൈറ്റൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ, ഇപ്പോൾ എൻ്റെ ക്യാമറേൻ്റെ അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വെളിച്ചം വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഏത് പഴയ ക്യാമറയാണെങ്കിലും പെർഫെക്റ്റായിട്ട് നമുക്ക് വിഷ്വൽ കിട്ടും. നേരെ മറിച്ച് ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഇപ്പുറത്തെ ക്യാമറ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖം ഇരുട്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ, എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും. അതായത് രാവിലെ തന്നെ സൂര്യപ്രകാശം അടിച്ചു വരുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഒരുപാട് സൂര്യപ്രകാശം അടിച്ചു വരാതെ നോക്കുക. ഇനി ഒരുപാട് നല്ല ലൈറ്റ് വരുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങളൊരു കുറച്ച് നേരിയ വെള്ള തുണി കെട്ടിയാൽ മതി. അപ്പോൾ അത് ലൈറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യും, ആ ലൈറ്റ് കുറച്ചുകൂടി സ്പ്രെഡായിട്ട് അധികം ഷാഡോ വരാത്ത രീതിയിൽ നമുക്ക് മുഖത്ത് നല്ല സൂപ്പർ ലൈറ്റിംഗ് ആയിട്ട് കിട്ടും. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീട്ടിൽ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക, കംഫർട്ടായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ ചെറിയ സെറ്റിങ്സൊക്കെ പരിപാടികളൊക്കെ ചെയ്യുക. അതായത് ഇതുപോലെ സ്ക്രീൻ വേണമെങ്കിൽ വെക്കാം, നിങ്ങൾക്ക് ഇരിക്കാനുള്ള ചെയേഴ്സ് സെറ്റ് ചെയ്യാം, ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്യാം. ഇതിനടുത്തൊക്കെ ഫ്ലവർ പോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാം. അങ്ങനെ എന്ത് വേണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അത് ഗ്രീൻ സ്ക്രീൻ തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു സ്ക്രീൻ സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതുപോലെ ഉള്ള ക്ലോത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ കിട്ടും. ഇനി അതല്ല സിംഗിൾ കളറായിട്ടുള്ള ക്ലോത്തുകൾ കിട്ടും. അധികം എഡിറ്റിങ്ങിലേക്ക് അധികം ഗ്രീൻ സ്ക്രീനിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താവില്ല, ചിലപ്പോൾ പെർഫെക്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അടുത്ത കാര്യം, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. പണ്ട് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുമ്പം നമ്മൾ സാറ് പഠിപ്പിച്ചാണിത്. പക്ഷേ അന്നേരമൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ട് ഇതെല്ലാം പണ്ട് പഠിച്ചത് എനിക്ക് ആവശ്യം വരുന്നു. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, നമ്മളെ വളരെ ഡിസ്റ്റർബിങ് ആക്കുന്ന ചില ഷോർട്സ് ഉണ്ട്. ഷോർട്സ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയും, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ദൂരം നിങ്ങൾക്ക് കംഫർട്ടായ ദൂരമാണ്. അതായത് ഒരു വ്യക്തിയെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് പറയുന്നത് നമ്മുടെ ഒരു സർക്കിളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ കൈ എത്തുന്ന ദൂരം എന്ന് പറയാം. ഇതാണ് നമ്മൾ ഈ കൈ ഇങ്ങനെ പോകുന്ന ഈ ഒരു ദൂരം സർക്കിളായിട്ടുള്ളത്. ഇത് നമ്മുടെ സ്പേസാണ്, നമ്മുടെ പ്രൈവറ്റ് സ്പേസാണ്. ഈ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കടന്നു വന്നാൽ നമ്മൾ ഡിസ്കംഫർട്ടാവും. അതായത് ഒന്നിക്കലും നമുക്ക് ദേഷ്യം വരും, ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹം വരും. ഈ 2 വികാരങ്ങളാണ് ഉണ്ടാവുക. സ്നേഹം വരുവാണ്, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മുടെ ഈ അടുത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നും. അത് അല്ലാത്ത ആരാണെങ്കിലും ഉടൻ തന്നെ എടുത്ത് പുറത്ത് ചാടാനുള്ള ദേഷ്യം വരും. ഓൺ ദ സ്പോട്ടിൽ മാറിക്കിട ദൂരത്ത് പറയും. അതായത് ഇപ്പം ഫിലിം സ്റ്റാർസൊക്കെ ചില സമയത്ത് ഇവർ ഈ ഒരു ഇതിലേക്ക് കയറുമ്പോഴാണ് അവർക്ക് ഡിസ്റ്റർബ് ആകുന്നത്. പിന്നെ പബ്ലിക് സ്പേസിൽ പറഞ്ഞാൽ ഭയങ്കര റഷുള്ള സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് ഇതൊന്നും പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും നമ്മൾ ഡിസ്റ്റർബൻസ് ആവുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പേസിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എവിടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൽ എഫക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ചില ആളുകൾ ക്യാമറേൻ്റെ മുമ്പിൽ, അതായത് ഇത്രയും ക്ലോസ് ആയിട്ട് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടോ, ആ ഡിസ്റ്റൻസ് നമ്മൾ മുഖത്തോടടുത്ത് വരുമ്പോൾ ആളുകൾ ഡിസ്റ്റർബ് ആവാൻ തുടങ്ങും. അപ്പോൾ അത്രയും ഡിസ്റ്റർബായിട്ട് ഒരിക്കലും വീഡിയോ ചെയ്യരുത്. നിങ്ങളങ്ങനെ എടുക്കാൻ ശ്രമിക്കേണ്ട. കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ വന്നിട്ട് സംസാരിക്കും. ഇപ്പം എൻ്റെ കണ്ണ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ ഈ സോഷ്യൽ ഡിസ്റ്റൻസിലേക്ക് കയറി ചെന്നുകൊണ്ട് മറ്റൊരാളെ അതിക്രമിക്കരുത്. ഇതൊക്കെ അതിക്രമമാണ്. അതിക്രമിച്ച് കയറി നമ്മൾ വീഡിയോ ചെയ്താൽ അവർ ഉറപ്പായിട്ട് ഇട്ടിട്ട് പോകും. കാരണം അവരെ സംബന്ധിച്ച് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, സംസാരിക്കുമ്പോൾ നമ്മുടെ മാനറിസം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ തൽക്കാലം എല്ലാവരും പഠിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വെച്ചിട്ട്, ഇപ്പോൾ ഉള്ള സംഭവം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചുതരാം. ലൈറ്റിങ് നോക്കുക, അതുപോലെ തന്നെ ക്യാമറ വെക്കുന്നത് നോക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയച്ചുതരാം. പലരും നന്നായിട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ നോക്കിയിട്ട് അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.